ഹായ് കൂട്ടുകാരെ, അനുസ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈപ്പങ്ങ ഇഷ്ടപ്പെടാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നേരെ ഒരു കൈപ്പങ്ങ എടുത്തിട്ടുണ്ട്, അത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെരിച്ച് വെട്ടലാണ് കേട്ടോ. അങ്ങനെ വെട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിങ്ങനെ ഇടിച്ചിങ്ങനെ അതിൻ്റെ നീരൊക്കെ കളയണം കേട്ടോ. അതൊക്കെ പിഴിഞ്ഞിട്ട് നേരെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാല തയ്യാറാക്കാൻ വെളുത്തുള്ളി വേണം, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. മീൻ മസാല ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ അതെടുത്തിട്ട് ഈ ഓരോ വട്ട കഷ്ണങ്ങളും അതിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചേക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. നേരെ ഒരു പാത്രം എടുത്ത ഗ്യാസിലേക്ക് വയ്ക്കുക. ഗ്യാസ് ഓണാക്കി പാത്രം നേരെ വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം മറിച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടോ. കുറച്ചിങ്ങനെ മുരിഞ്ഞുരാ വന്നപ്പോഴേ പുളി കുറച്ച് വെള്ളത്തിലിട്ടേക്കണേ. കുറച്ച് പുളീൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതിലേക്ക് ചപ്പും കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ വിതറി കൊടുത്തു. പിന്നെ ഈ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒന്നിച്ചുകൊണ്ട് മിക്സാക്കി കൊടുക്കട്ടോ. നല്ല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.